സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേൽ ഹമാസിൻ്റെ അവസാന പോരാളികളെയും ഗാസ സ്ട്രിപ്പിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്രമിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ, സ്ഥലങ്ങളിൽ ആശുപത്രികളും അഭയാർത്ഥി കേന്ദ്രങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. കാരണം ഹമാസ് പോരാളികൾ എന്ന് വിളിക്കുന്ന തീവ്രവാദികൾ ഇപ്പോഴും ഒളിത്താവളങ്ങളായി സ്വീകരിക്കുന്നത് ഇത്തരം സ്ഥലങ്ങളാണ്. ഇസ്രായേൽ ആർമി ആശുപത്രിയിൽ പ്രവേശിച്ച് ആളുകളോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടതിന് ശേഷം അവിടുത്തെ സ്റ്റാഫിൻ്റെ വേഷം കെട്ടി നിൽക്കുന്ന ഹമാസ് പോരാളികളെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ആശുപത്രി ആക്രമിച്ചു എന്നുള്ള വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഹമാസ് പോരാളികൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇസ്രായേൽ ഇതുവരെ പിന്തുടർന്നു വന്ന നയം അവരുടെ ഭവനത്തിൽ കയറി ആക്രമിച്ച തീവ്രവാദികളെ തിരിച്ചടിക്കുന്നതിൽ ഒരു തരത്തിലുള്ള മയവും മാനുഷികതയും കാണിക്കേണ്ട എന്ന് തന്നെയാണ്. അതിന് അന്താരാഷ്ട്ര സമൂഹമോ UN-ഓ ബഹളം വെച്ചാലും അവരത് ശ്രദ്ധിക്കുകയില്ല. കാരണം അവർ പറയുന്നത് അവരുടെ ജീവൻ മറ്റെന്തിനേക്കാളും അവർക്ക് വലുതാണ് എന്നാണ്. അതിനിടയിലൂടെയാണ് പുതിയ യുദ്ധമുഖങ്ങൾ തുറന്നു വരുന്നത്. പഴയ യുദ്ധമുഖങ്ങൾ തന്നെയാണ്, പക്ഷെ അതിന് പ്രാധാന്യം കൂടി വരികയാണ്. ഹമാസിനെ തീർത്തു, ഹിസ്ബുള്ളയെ തീർത്തു, സിറിയയെ തീർത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒതുക്കി കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇറാനും ഹൂത്തികളുമാണ്. ഹൂത്തികൾ ഈ ദിവസങ്ങളിൽ വലിയ തോതിൽ ഇസ്രായേലിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. അതിൻ്റെ കാരണം മുസ്ലിം ലോകത്തിൻ്റെ, മുസ്ലിം സമൂഹത്തിൻ്റെ രക്ഷകർ തങ്ങളാണ് എന്നുള്ള അഡ്രസ്സ് നേടിയെടുക്കാൻ വേണ്ടിയാണ്. ഈ പറയുന്ന ഓരോ ഈ പാലസ്റ്റീനിൽ പ്രവർത്തിക്കുന്ന ഹമാസ് ഒഴികെ ഹിസ്ബുള്ള ആവട്ടെ, സിറിയയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള ആവട്ടെ, ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഇറാൻ ആവട്ടെ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത് അവരാണ് മുസ്ലിം ലോകത്തിൻ്റെ രക്ഷകരെന്ന് മുസ്ലിങ്ങളെ ധരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. ഇപ്പം മുസ്ലിം ലോകത്തിൽ മേൽക്കൈ നേടുക എന്നുള്ളതാണ് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം. കൂടാതെ മരണത്തിലൂടെ സ്വർഗപ്രാപ്തി നേടുക. അപ്പോൾ ഇത് തീർത്തും മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ബൗണ്ടറിയില്ല. യമനിൽ നിന്ന് നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് വന്നതോടെ ഇസ്രായേൽ നേരത്തെ 3 തവണ യമനിൽ ആക്രമിച്ചിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച 4ാമത്തെ തവണ കുറച്ചുകൂടി വ്യാപകമായ ഒരു ആക്രമണം ഇസ്രായേൽ യമനിൽ നടത്തുകയുണ്ടായി. 25 എയർക്രാഫ്റ്റുകൾ, 25 ഫൈറ്റർ പ്ലെയിനുകൾ ഉൾപ്പെട്ട ഒരു ഓപ്പറേഷനായിരുന്നു അതെന്നാണ് പറയപ്പെടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് യമൻ എന്ന് പറയുന്ന ഏകദേശം 2000-ഓളം കിലോമീറ്റർ അകലെയാണ്. അപ്പം ഈ ഓപ്പറേഷൻസ് ആർ നോട്ട് ഈസി. ഒരു 2000-2500 കിലോമീറ്ററാണ് ഒരു ഫൈറ്റർ പ്ലെയിനിന് റീഫ്യൂൽ ചെയ്യാതെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിനിടയിലൂടെ ഇവിടുന്ന് റീഫ്യൂൽ ചെയ്ത് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. സൗദി അറേബ്യയാണ് ഇവിടെ റീഫ്യൂൽ ചെയ്യാൻ പറ്റിയ അമേരിക്കൻ താവളങ്ങളുള്ള സ്ഥലം. സൗദി അറേബ്യയിൽ റീഫ്യൂൽ ചെയ്തതായി പുറത്തറിയപ്പെട്ട് കഴിഞ്ഞാൽ യമൻ സൗദി അറേബ്യയോട് വീണ്ടും യുദ്ധം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അമേരിക്കയുടെ ഷിപ്പുകൾ, പ്ലെയിൻ കാരിയേഴ്സ് അവിടെ ആ പ്രദേശങ്ങളിൽ ധാരാളമുണ്ട്. അതിൽ നിന്നാണ് ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്തത്. ഇത്തരം റീസൺസ് ഒന്നും വന്നിട്ടില്ല, ഇത്തരം എക്സ്പ്ലനേഷൻസ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും 25 പ്ലെയിനുകൾ ഉൾപ്പെട്ട ഒരു ആക്രമണമാണ് നടത്തിയത്. അതിന് ലഭിച്ച ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യം എന്ന് പറയുന്നത് യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടായ സന ഇൻ്റർനാഷണൽ എയർപോർട്ട്, യമൻ്റെ ക്യാപിറ്റലാണ് സന. അവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട്, സിവിലിയൻ എയർപോർട്ട് ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ആ സിവിലിയൻ എയർപോർട്ട് ആക്രമിക്കപ്പെട്ട സമയത്ത് അവിടെ UN-ൻ്റെ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ചീഫായിട്ടുള്ള ഗബ്രിയോസ് ഗബ്രിയോസസ് എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ഒരു തലനാരഴിക്കാണ് രക്ഷപ്പെട്ടത്. അവർ അവിടെ അവരുടെ UN-ൻ്റെ ഏതോ ഒരാൾ ഇവർ ബന്ദികളാക്കി പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവർ സ്ഥിരമായിട്ട് ഈ മുസ്ലിം തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട പരിപാടി കിട്ടുന്നവരെയൊക്കെ പിടിച്ച് ബന്ദിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ UN-ൻ്റെ ആരെയും ഇവർ പിടിച്ച് ബന്ദിയാക്കി വെച്ചിട്ടുണ്ട്. ആ ബന്ദിയാക്കി വെച്ച ആളെ റിലീസ് ചെയ്യുന്നതിനുള്ള ഡിസ്കഷനുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം അവിടെ പോയത്. അപ്പോൾ ഇദ്ദേഹം ഒരു ടീമും ഉണ്ടായിരുന്നു. അത് UN-ൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. ആ ഫ്ലൈറ്റ് ഈ പറഞ്ഞ എയർപോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ എയർപോർട്ട് ആക്രമിക്കപ്പെട്ട സമയത്ത് ഇവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു സ്റ്റാഫിന് ഇഞ്ചുറി പറ്റി. അതുകൊണ്ട് അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി. UN ചീഫ് അന്റോണിയോസ് ഗുട്ടറാസ് എന്ന് പറയുന്ന ആൾ ഇസ്രായേലിനോട് വലിയ വിരോധമുള്ള ആളാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഇത് വലിയൊരു അവസരമാക്കിയെടുത്ത് ഇസ്രായേൽ UN-നെ ആക്രമിച്ചു എന്ന നിലയ്ക്കുള്ള ഒരു പ്രൊപ്പഗാൻഡ അഴിച്ചുവിടുകയും ചെയ്തു. വാസ്തവത്തിൽ യമൻ ഒരു പ്രശ്നമുള്ള സ്ഥലമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഇതുപോലത്തെ ഒരു ടീം, ഒരു UN അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ടീം പോകുന്ന സമയത്ത് അയലത്തുള്ള എല്ലാ രാജ്യങ്ങളെയും അറിയിക്കുക എന്നുള്ളത് പ്രോട്ടോക്കോളാണ്. അപ്പം ഇസ്രായേലിനെയും ഇവർ അറിയിച്ചിരിക്കണം. UN ഇവിടെ യമനിൽ പോകുന്ന സമയത്ത്, യമൻ ഒരു സാധാരണ രാജ്യമല്ല എന്ന് മാത്രമല്ല, യമൻ ഭരിക്കുന്നത് ഒഫീഷ്യൽ ഗവൺമെൻറ് അല്ല. ഇവർ ഈ സന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി ഇറങ്ങുമ്പോൾ ഓർക്കണം, യമൻ്റെ ക്യാപിറ്റലിലെ സന ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഗവൺമെൻറ് കീഴിലുള്ള എയർപോർട്ടേ അല്ല. അത് റിബൽ ഫോഴ്സിൻ്റെ കീഴിലുള്ളതാണ്. അത് UN അംഗീകരിക്കാത്ത ഫോഴ്സാണ്. അതുപോലെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അംഗീകരിക്കാത്ത ഫോഴ്സാണ്. ഈ ഹൂത്തികളെ ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയും ഒരു രാജ്യവും അംഗീകരിച്ചിട്ടില്ല.
അപ്പോൾ ഈ ഒരു രാജ്യവും അംഗീകരിക്കാത്ത ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന രാജ്യത്ത് പോയി ഇറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ചീഫ് അടക്കമുള്ള UN ടീം സമീപത്തുള്ള രാജ്യങ്ങളെ അവരവിടെ ഉണ്ട് എന്നുള്ള വിവരം മുൻകൂട്ടി അറിയിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് ഇവരുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് ഈ ആക്രമണം നടന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ആക്രമിക്കപ്പെട്ടത് കൊണ്ട് അവർ തിരിച്ചാക്രമിച്ചതാണ്. അവർക്ക് അതിനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ഇവർ ദൈനംദിനാടിസ്ഥാനത്തിൽ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിൽ വീണിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അവർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞാൽ അവരുടെ മിടുക്കുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അവർ പണ്ടേ ചത്തു തീർന്നിട്ടുണ്ടാവും ഈ ഹൂതികളുടെ മിസൈലും ഉണ്ട്. അപ്പോൾ അവർക്ക് തിരിച്ചാക്രമിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അവർ തിരിച്ചാക്രമിച്ചപ്പോൾ സിവിലിയൻ അങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് സിവിലിയൻ എയർപോർട്ടുകൾ ആക്രമിക്കരുത് എന്നുള്ള ഒരു ഇന്റർനാഷണൽ ക്രൈറ്റീരിയ ഒന്നുമില്ല. ഈ ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഇതെല്ലാം ആക്രമിക്കപ്പെടും. അതുകൊണ്ട് തന്നെ UN ടീം അവിടെ പോകുന്നുണ്ടെങ്കിൽ അവർ അടുത്തുള്ള രാജ്യങ്ങളെ അറിയിക്കേണ്ടതായിരുന്നു. അവരത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു കാഷ്വാലിറ്റിയിലേക്ക് അവർ എത്തുകയുണ്ടായത്. എന്തായാലും അവരുടെ കൂടെ ആരും മരിച്ചിട്ടില്ല, ഒരാൾക്ക് ഇഞ്ചുറി കിട്ടി. ഈ ആക്രമണങ്ങളിൽ അവർ പ്രധാനമായിട്ടും ഈ ഇന്റർനാഷണൽ എയർപോർട്ട് കൂടാതെ അവർ ചില നേവൽ ഡോക്കുകൾ അവിടെ നിന്നാണ് പ്രധാനമായിട്ട് ഇറാനിലേക്കുള്ള ഷിപ്പുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇവർക്കുള്ള യുദ്ധോപകരണങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നതും കൂടാതെ ഡീസൽ പവർ സ്റ്റേഷൻസ് കുറച്ചെണ്ണം ഇതൊക്കെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത്. വലിയ തീയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് പറയുന്നത്. ഡീസൽ പവർ സ്റ്റേഷൻസ് ആക്രമിച്ചു കഴിഞ്ഞാൽ തീ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേൽ ഇതുവരെ ആക്രമിച്ചത് 4 തവണ, 4ാമത്തെ തവണയാണ്. ഈ 4ാമത്തെ തവണത്തെ ആക്രമണമാണ് കുറച്ചും കൂടി ഗൗരവതരമായ ആക്രമണമായി വന്നിട്ടുള്ളത്. അതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇത് തുടക്കമാണ്. അപ്പോൾ ഇതിൽ ഈ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം മൊസാദിന്റെ ചീഫ് ഇസ്രായേൽ പൊളിറ്റിക്കൽ നേതൃത്വത്തെ കാണുകയും ഇറാനെ ആക്രമിക്കണം എന്ന് അദ്ദേഹം ഇസ്രായേലിനെ അഡ്വൈസ് ചെയ്യുകയും ചെയ്തു. ഇറാനെ ആക്രമിക്കണം. അത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഇറാൻ, ഒന്ന് ഹൂതി. അപ്പോൾ ഹൂതികളുടെ നടുവൊടിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഇറാനെ ആക്രമിക്കുകയാണ് വേണ്ടതെന്ന് മൊസാദിന്റെ ചീഫ് ഡേവിഡ് ബാർണിയ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറയുകയുണ്ടായി. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ നേതൃത്വം ഇത് ഡിസ്കസ് ചെയ്ത സമയത്ത് പൊളിറ്റിക്കൽ നേതൃത്വം നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സിനും അവരുടെ ധാരണയനുസരിച്ച് അതല്ല ശരി. അവർ പറയുന്ന ആദ്യം ഹൂതികളെ ആക്രമിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം, യുദ്ധം ഉറപ്പാണ്. അത് ആദ്യം യമനിലെ ഹൂതികളുമായിട്ട് യുദ്ധം ചെയ്യണോ അതോ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യണോ എന്നുള്ളതാണ് അവരുടെ ടേബിളിലുള്ള ഡിസ്കഷൻ. അപ്പോൾ ഈ ഡിസ്കഷനിൽ പൊളിറ്റിക്കൽ നേതൃത്വം വന്ന് നിൽക്കുന്നത് ആദ്യം ഹൂതികളെ തീർക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഹൂതി, അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് ഇതൊരു തുടക്കം മാത്രമാണ്. ഇന്നലെ ഹൂതികളുടെ നേരെ അഴിച്ചുവിട്ട ആക്രമണം എന്നുള്ളത് ഒരു തുടക്കം മാത്രമാണ്. അപ്പോൾ ഹൂതികളെ ആക്രമിക്കുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇസ്രായേലിൽ നിന്നുള്ള ഈ അകലമാണ്. ഈ ഹമാസ് എന്ന് പറയുന്ന തൊട്ടടുത്ത് കിടക്കുന്ന ഭീകരനെ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ലെബനോണിലും സിറിയയിലും പറഞ്ഞു കിടക്കുന്ന ഹിസ്ബുള്ളകളെ അവരുടെ തൊട്ടടുത്ത രാജ്യങ്ങളാണ്. അവരെ നേരിടുന്നത് പോലെ അല്ല ഹൂതികളെ ആക്രമിക്കുന്നത്. ഹൂതികളെ ആക്രമിക്കുന്ന സമയത്ത് വളരെ ദൂരം ഈ ഫൈറ്റർ പ്ലെയിൻസ് പറന്നു പോയിട്ട് ആക്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വാറിൽ എങ്ങനെ ഇവിടെ പ്ലെയിൻ എത്തിക്കാൻ പറ്റും? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അമേരിക്കയുമായി കമ്പയർ ചെയ്തൊരു ഓപ്പറേഷനെ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ യമന്റെ മൗണ്ടേനിയസ് റീജിയനുകളിലാണ്, പർവ്വത പ്രദേശങ്ങളിലാണ് ഹൂതികളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷൻസും ഒക്കെ ഇവർ പർവ്വത പ്രദേശങ്ങളിൽ വനത്തിൻ്റെ ഉള്ളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആകാശത്ത് നോക്കി കഴിഞ്ഞാൽ ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരെ ലൊക്കേറ്റ് ചെയ്യണം വളരെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു ഓപ്പറേഷൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ റെഡ് സീയിൽ തമ്പടിച്ചിട്ടുള്ള അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് മാത്രമേ ഇവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനാവൂ എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം, ജനുവരി 25-നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചാർജ് എടുക്കുന്നത്, അതിനുശേഷം മാത്രം ഒരു ആക്രമണം എന്നുള്ളതാണ് ഇപ്പം ഇസ്രായേലിലുള്ള ധാരണയെന്നാണ് ജെറുസലേം പോസ്റ്റ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണം ഉറപ്പാണ്. നിശ്ചയമായി ഹൂതികളെ തീർക്കാതെ ഇസ്രായേലിനെ ഉറങ്ങാൻ പറ്റില്ല. കാരണം ഏത് സമയത്താണ് ഇവരുടെ മിസൈലുകളിലൂടെ പറന്നു വരുന്നത് എന്നറിയാൻ പാടില്ല. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരോ 3 എന്ന് പറയുന്ന ആൻറ്റി മിസൈൽ സിസ്റ്റം വ്യാപകമായി ഉണ്ടാക്കുവാൻ വേണ്ടി ഇസ്രായേൽ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്ന ഫാക്ടറികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ആരോ 3 എന്ന് പറയുന്നതാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകളെ ഒപ്പോസ് ചെയ്തതിലെ ഏറ്റവും വിജയകരമായ സംവിധാനം എന്ന് പറയുന്നത് അമേരിക്കൻ മിസൈലാണ്. ഇപ്പോഴത് ഇസ്രായേലിലും അവർ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ പെക്യൂരിയാരിറ്റീസിൽ കൂടിയാണ് നിർമ്മിക്കുന്നത്. ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പ്രത്യേകത, ഇതിനെ സ്പേസിൽ കിടന്ന് അറ്റ്മോസ്ഫിയറിന് പുറത്ത് കിടന്ന് ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്ത് കളയാൻ സാധിക്കും എന്നുള്ളതാണ്. അറ്റ്മോസ്ഫിയറിന് പുറത്ത് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ആൻറ്റി മിസൈൽ സിസ്റ്റമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയുടെ മുകളിൽ 150, 200, 250 കിലോമീറ്റർ മുകളിൽ വെച്ച് തന്നെ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വരുന്ന മിസൈലുകളെ തകർക്കാൻ ആരോ 3 എന്ന് പറയുന്ന സിസ്റ്റത്തിന് സാധിക്കും. അപ്പോൾ ഒരു വലിയ യുദ്ധം യമനുമായിട്ടും ഇറാനുമായിട്ടുള്ളൊരു വലിയ യുദ്ധം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ആരോ 3 ആൻറ്റി മിസൈൽ സിസ്റ്റം ഉണ്ടാക്കാനുള്ള വലിയ ഓർഡറുകൾ കൊടുത്തിട്ടുള്ളത്. വ്യാപകമായ രീതിയിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ടെക്നോളജിക്കലായിട്ട് ഇസ്രായേൽ വളരെ മുൻപിലാണ്.
യമൻ പറയുന്നത്, യമനിലെ ഹൂത്തികൾ പറയുന്നത് ഞങ്ങളെ ഈ വ്യാഴാഴ്ച ആക്രമിച്ചതിൽ അതിഭയങ്കരമായിട്ട് ഒരു തിരിച്ചാക്രമിക്കും, അമേരിക്കയെ ആക്രമിക്കും, പിന്നെ ഇസ്രായേലിനെ നമുക്കറിയാം. അമേരിക്കയും ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൂതികൾ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത് പബ്ലിസിറ്റിയാണ്. അപ്പോൾ ഇത്രയും വലിയ ആളുകളെ ആക്രമിച്ചുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിക ലോകത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഇവർ പിന്നെ ഈ ഇസ്രായേലിനെയും അമേരിക്കയും ആക്രമിക്കുന്നത്. ഇസ്രായേലിന് കിടന്നുറങ്ങണമെങ്കിൽ, സമാധാനമായിട്ട് ഇസ്രായേൽ ജനത്തിന് രാത്രി കിടന്നുറങ്ങണമെങ്കിൽ ഹൂതികളെ ഫിനിഷ് ചെയ്യാൻ നിവർത്തിയില്ല. ഇറാൻ അവിടെ ന്യൂക്ലിയർ ബോംബിൻ്റെ ടെക്നോളജിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇറാൻ്റെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് തകർക്കാതെ, ഇറാൻ്റെ ന്യൂക്ലിയർ ലബോറട്ടറികൾ തകർത്ത് കളയാതെയും ഇസ്രായേൽ ഉറങ്ങാനാവില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യണം. ഇതിൽ ആദ്യം ആരെ ചെയ്യണം എന്നുള്ള ഡിസ്കഷൻ മാത്രമാണ് ഇസ്രായേൽ നടക്കുന്നത്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഈ രണ്ട് ടാർഗറ്റുകളും അവർ തീർത്തിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏത് ആദ്യം ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഡിസ്കഷൻ. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഹൂത്തികളെ ആദ്യം തീർക്കുക എന്നുള്ളതായിരിക്കും പ്രധാന ലക്ഷ്യം. അതിനിടയിലൂടെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അവരുടെ കാലഘട്ടം ജനുവരി 20 അവസാനിക്കുകയാണ്. അപ്പോൾ അവർ തീരുന്നതിന് മുൻപ് ഹമാസുമായിട്ട് ഒരു ഒത്തുതീർപ്പിലെത്താനുള്ള ചർച്ചകൾ പിന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലൂടെയും ഇസ്രായേൽ ആക്രമണങ്ങൾക്ക്, ഗാസ റീജിയനിലുള്ള ഈ ഹമാസ് ടാർഗറ്റിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് യാതൊരു ശമനവും വരുത്തിയിട്ടില്ല. അത് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡിസ്കഷൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഇതാണ് ഇസ്രായേലിലെ അവസാനത്തെ പൊസിഷൻ. താങ്ക് യു.